ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായ ബിഗോണിയ ചെടികളുടെ 24 വെറൈറ്റീസുമായിട്ടാണ് കേട്ടോ. മാക്സിമം വെറൈറ്റീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ ഒരു ഇലച്ചെടിയാണ് ബിഗോണിയ. ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. ഒരു സെറ്റ് ബിഗോണിയ നല്ല ലീഫായിട്ട് തിക്കായിട്ട് വളർന്നിരിക്കുന്ന കണ്ടാൽ അത്രയ്ക്ക് ഭംഗിയുള്ള ചെടിയാണ് ബിഗോണിയ. നമ്മുടെ ഇലച്ചെടികളിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒന്നെന്ന് പറയാം ബിഗോണിയ പ്ലാന്റ്സ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ ബിഗോണിയയുടെ വളർത്തിയെടുക്കലും നല്ല എളുപ്പമാണ്. അതായത് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടിയുള്ള പോട്ടി മിക്സ് റെഡിയാക്കി അത്യാവശ്യം തണലുള്ള സ്ഥലങ്ങളിൽ വേണം ഈ ചെടി വളർത്താൻ വേണ്ടിയിട്ട്. തണലിൽ വളരുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗി വരിക. ഇലകൾ കൂടുന്നതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ ഭംഗി കൂടി വരും. ചെടി വളരുന്നതിനനുസരിച്ച് ഇലകളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള വലിപ്പം വെച്ച് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആയിട്ട് മാറും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ചെടി വാങ്ങി നിങ്ങൾക്ക് വീണ്ടും ഇനി കുറച്ചും കൂടെ ഒക്കെ തൈകൾ വേണം തോന്നി കഴിഞ്ഞാൽ ഇതിലൊരു ഇല കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മോട് കൂടി തന്നെ ആ ഇല നമ്മൾ ഒരു ബോട്ടിലിൽ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഇതിട്ട് വെക്കുക. ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ആ ഇലയുടെ എൻഡിൽ നന്നായിട്ട് റൂട്ട്സ് വന്നിട്ടുണ്ടാവും. ആ റൂട്ട് വന്ന ആ ഇല നമ്മൾ മണ്ണിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത തൈയായി കിട്ടും. കണ്ട ഈ ഒരു വെറൈറ്റിയൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്, ഇത്ര നല്ല കളക്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് മിക്കതും. അപ്പോൾ 80 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണ് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണേ. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫേഴ്സുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഏത് ചെടിയാണേലും നമ്മളോട് വാങ്ങുമ്പം അതിൻ്റെ കെയറിങ്ങും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. പോട്ടി മിക്സ് എന്താണെന്നും ചിലപ്പോൾ നമ്മൾ ഓരോ ചെടിക്കും പോട്ടി മിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് ആയിരിക്കില്ല ബിഗോണിയയ്ക്ക് വരിക, ബിഗോണിയൻ്റെ ആയിരിക്കില്ല പിന്നെ മറ്റൊരു ചെടിക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും പോട്ടി മിക്സ് ഡിഫറെൻ്റാണ്, ചോദിച്ച് മനസ്സിലാക്കണം. ചെടികളുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ചെയ്തു തരാം. അപ്പം ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി കൂടാം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള പ്ലാന്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റായിട്ടും DTDC കൊറിയർ വഴിയും അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ഏത് DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ്. ഞങ്ങളുടെ നഴ്സറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വയനാടാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് നഴ്സറി എവിടെയാണ്. വയനാടാണ് ഞങ്ങളുടെ നഴ്സറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്തും കേട്ടോ. താങ്ക് യു സോ മച്ച്.